കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കാക്കി ഷർട്ട് നോക്കിയിട്ട് കാക്കി ഷർട്ട് കാണുന്നില്ല. ഇന്നലത്തെ മിഞ്ഞാണത്തെ എല്ലാം കൂടി എടുത്ത് വാഷിംഗ് മെഷീനിലിട്ട് വെള്ളം നിറച്ച് നോക്കുമ്പോൾ കറണ്ട് പോയി, പണിയങ്ങ് പാളി. അങ്ങനത്തെ ഇമേജിൻ്റെ ഒരു കാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇമേജ് മാനന്തവാടിൻ്റെ. അവരൊരു കാക്കിന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത് ഇട്ടിട്ട് രാവിലെ അങ്ങ് ഇറങ്ങി. നോക്കുമ്പോൾ വണ്ടിക്ക് എന്തോ സ്റ്റാർട്ടിങ് പ്രോബ്ലം. കുറേ വണ്ടി അടിച്ചു നോക്കി. സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മോട്ടർ ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് 2 ദിവസമായി. അങ്ങനെ വണ്ടി എടുത്ത് പോവുകയാണ്. പണിക്കാർ ഓട്ടോ ഉണ്ട്, കൊണ്ടേങ്ങാടിക്കാണ് പോകുന്നത്. പതിവ് പോലെ തന്നെ നമ്മളെ ആനപ്പാറയിലെ വിശേഷങ്ങളാണിത്. എൻ്റെ സ്വന്തം ആനപ്പാറ, എൻ്റെ ഗ്രാമം. ജനിച്ചതും വളർന്നതൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ്. ഈ റോഡ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട് കേട്ടോ, ഭയങ്കര മോശമായിരുന്നു. കോളേജിൻ്റെ അടുത്തുള്ള കുരിശുപള്ളീൻ്റെ അടുത്ത് വണ്ടി നിർത്തി നേർച്ചിട്ടു. അത് സ്ഥിരം എന്നും ഇടാറുള്ളതാണ്. അങ്ങനെ പണിക്കാരും ഞാനും എൻ്റെ വണ്ടിയായിട്ട് പണി സൈറ്റിലെത്തി. ഇവിടെ ഒരു വീടിൻ്റെ സൈഡിൽ ഇച്ചിരി തേക്കാണ്ട് അവരെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വിട്ട് ക്യാഷും മേടിച്ച് ഞാൻ മടങ്ങി. നേരെ മാനന്തവാടി ടൗണിലേക്കാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളാണത്. ഇവിടെ നേരെ വിട്ടു പോവാണ്. പമ്പിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ താഴങ്ങാടിക്ക് പോകുന്ന റൂട്ടിലെ സ്ഥിരം എണ്ണ അടിക്കുന്ന ഒരു പമ്പാണ്. എന്നും രാവിലെ ഇവിടുന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടാണ് സ്റ്റാൻഡിലേക്ക് പോക്ക്. അങ്ങനെ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിൽ നമ്മളെ മോഹനേട്ടനുണ്ട്, സഹപ്രവർത്തകരെല്ലാവരും ഉണ്ട്. വണ്ടി തള്ളി മുമ്പോട്ട് നീങ്ങുവാണ്. പോർക്കിൽ വിജുവേട്ടനും ലിജോയും മുമ്പിലാണുള്ളത്. അത് കഴിഞ്ഞ് നമ്മളെ പ്രകാശേട്ടനുണ്ട്. പ്രകാശേട്ടനത്തെ വണ്ടി എടുത്ത് പോയി. അതിൻ്റെ തൊട്ട് പുറകെ ഞാനാണ്. സ്റ്റാൻഡിൽ രാവിലെ വന്ന് കയറിയ ആദ്യത്തെ ഓട്ടാണ്. കാത്തിരിക്കുകയാണ് ഒരാൾ വന്ന് കയറാൻ വേണ്ടി. അങ്ങനെ മിനിമം ഓട്ടം കിട്ടി. ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറി. അതുപോലെ എന്നും ചായ കുടിക്കുന്ന കടയിൽ തന്നെയാണ്, എരുമത്തുരുവിലാണ്. എണ്ണപ്പലഹാരങ്ങളൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ കരുതും. അതൊന്നും നല്ലതല്ലല്ലോ, ശരീരത്തിനൊന്ന് കരുതി മാറ്റി നിർത്തണം നിൽക്കും, സാധിക്കില്ലാന്നേ. അങ്ങനെ ചായയും കുടിച്ച് എണ്ണക്കടീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ കാര്യം. എടുക്കണ്ടെന്ന് കരുതും. എന്നെ കാണുമ്പോൾ നല്ല നമ്പർ കാണുമ്പോൾ എടുക്കും. അതുപോലെ തന്നെ വൈകുന്നേരം ഒന്നും കിട്ടൂല, സ്വപ്നങ്ങൾ മാത്രമായിരിക്കും. ലോട്ടറിയൊക്കെ എടുത്ത് ഇവിടുന്ന് പോവുകയാണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ല. എല്ലാം എൻ്റെ വണ്ടീൻ്റെ ഉള്ളിലും സീറ്റിലും പാസഞ്ചർ മേത്തൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ തവണ മഴ പിടിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഷീറ്റ് രണ്ടും മാറ്റാന്ന് എഴുതി. 2 സൈഡ് കർട്ടനും അതുപോലെ വേക്കിലെ ഷീറ്റൊക്കെ കീറിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വണ്ടി ഒന്ന് മൊഞ്ചാക്കാൻ തീരുമാനിച്ചു. മാനന്തവാടിയിൽ നിന്ന് ആനപ്പാറയിൽ എത്തിയിട്ടുണ്ട്. ആനപ്പാറയിൽ നിന്ന് പാസഞ്ചർ എടുത്ത് മാനന്തവാടിയിൽ കൊണ്ടുവിട്ട് തിരിച്ചതാ വീണ്ടും ആനപ്പാറയിലേക്ക് പോവുകയാണ്. സമയം 7 മണിയായിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നോട് നല്ല അഭിപ്രായങ്ങളാണ് പറയാറ്, നല്ല വീഡിയോ ആണ് എന്നൊക്കെ പറയാറുണ്ട്. ഇനിയും എൻ്റെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.